to BSc Main Physics Semester 6 Paper 3 Optics 49th lecture, and this is Unit 5 Fiber Optics, Optical Fiber. Today the topic of discussion is Optical Fiber Optics. 49th lecture. So the first question is, what is optical fiber? Optical fiber is the first question, and you see a diagrammatic representation of optical fiber. Optical ഫൈബറിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണുക. ആദ്യം കാണുന്ന ഫൈബറിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ്. അതിനകത്തുള്ള ഫൈബറിൻ്റെ ഇന്നർ പാർട്ട് അതിന് കോറെന്ന് പറയും, ഔട്ടർ പാർട്ട് ക്ലാഡിംഗ് എന്ന് പറയും. രണ്ട് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ആയിരിക്കും. കോറും ക്ലാഡിങ്ങും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോട്ട്സ് അല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ ആയിരിക്കും. ഇത് ഹെയർ തിന്നാണ്, വളരെ വണ്ണം കുറവാണ്, ഹെയർ തിൻ. അതിന് സെക്ഷണൽ ഫിഗറാണ് ഈ സൈഡിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ പുറമേയുള്ള ക്ലാഡിങ്, അകത്തുള്ള കോറ് രണ്ടും ട്രാൻസ്പെയറൻ്റ് ആണ്. ഈ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. അതല്പം കുറവായിരിക്കും. N2 N1 കുറവായിരിക്കും ക്ലാഡിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 1.48 ആണെങ്കിൽ മറ്റതിൻ്റെ 1.46 ഒക്കെ ആയിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഇന്നർ പാർട്ട് കോറ്, ഔട്ടർ പാർട്ട് ക്ലാഡിങ്, അങ്ങനെയുള്ള ഒരു പൈപ്പ്, ഒരു ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്യൂബിനെ, ഒരു റോഡിനെ വിളിക്കുന്ന പേരാണ് ഓപ്റ്റിക്കൽ ഫൈബർ, ഹെയർ തിൻ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് കേൾക്കാം എന്താണെന്നുള്ളത്. ഓപ്റ്റിക്കൽ ഫൈബർ ഈസ് എ ലൈറ്റ് പൈപ്പ്. ആ ലൈറ്റ് പൈപ്പ് നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. സാധാരണ വാട്ടറൊക്കെ നമ്മൾ പൈപ്പിനകത്ത് അയക്കത്തില്ലേ, അതുപോലെ ഒരു ട്യൂബിനകത്ത് കൂടി ലൈറ്റ് അയച്ചാൽ അതിനെ വിളിക്കുന്ന പേര് ലൈറ്റ് പൈപ്പ്. അപ്പോൾ ലൈറ്റ് പൈപ്പ് എന്നുള്ളതൊരു കൊട്ടേഷനാണ്. ശരിക്കും പൈപ്പല്ല, ഈ ലൈറ്റ് പോകാനുള്ള ഒരു ഡിവൈസിന് അർത്ഥമുള്ളൂ. ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് എ ലൈറ്റ് പൈപ്പ് ഓർ എ ഗൈഡിങ് മീഡിയം. ലൈറ്റിനെ ഗൈഡ് ചെയ്യാനുള്ള മീഡിയമാണ്, ലൈറ്റിനെ മുന്നോട്ട് നയിക്കാനുള്ളൊരു മീഡിയമാണ്. നമുക്കറിയാം, ഒരു പൈപ്പിനകത്തുകൂടി ലൈറ്റ് അയച്ചു കഴിഞ്ഞാൽ അത് പൈപ്പ് ബെൻഡാണെങ്കിൽ സ്റ്റോപ്പായി പോകും. ഇവിടെ ഈ ഫൈബർ ബെൻഡാണെങ്കിലും ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. Optical fiber is a light pipe or a guiding medium of light. Optical fibers work on the principle of total internal reflection. ലൈറ്റിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ് ഒപ്റ്റിക്കൽ ഫൈബർ. പൂർണ്ണാന്തര പ്രതിഫലനം എന്നൊക്കെ സ്കൂളിൽ പഠിക്കും. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ TIR പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ്. Total internal reflection, that is when a ray of light travels from a denser medium to a rarer medium and is incident at the angle greater than the critical angle, the light gets totally and internally reflected. അതാണ് പ്രിൻസിപ്പിൾ, ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ. മോഡേൺ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ്, പ്ലാസ്റ്റിക് എക്സെട്ര. ഇക്കാലത്തെ ഫൈബർ ഈ ഗ്ലാസ്, പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. A glass fiber can be made by coating a thin layer of glass of low refractive index on a glass fiber of high refractive index. The main parts of an optical fiber are one core, one core, C cladding, one into core, core, two cladding. Core is the inner part of the fiber and cladding is the outer part. The refractive index of core is higher than that of cladding. When the light strikes at the core cladding interface, it undergoes total internal reflection. അപ്പോൾ ഇവിടെ ഈ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിങ്ങിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ലൈറ്റ് റേ പതിക്കുമ്പോൾ അത് ടോട്ടലായിട്ടും ഇൻ്റർണലായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും. ഇതിനകത്ത് പഠിക്കുന്നൊരു പ്രധാനപ്പെട്ട ടേമുകളാണ്. രണ്ട് തരം ഫൈബർ അവിടെ നിന്നാണ്. രണ്ട് തരം ഫൈബർ പ്രധാനമായിട്ടും, ഒന്ന് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, രണ്ടാമത്തെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ.
ഫൈബറിനെ നമ്മൾ പൊതുവായി രണ്ടായി ക്ലാസിഫൈ ചെയ്യും. ഒന്നാമത്തിന് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, രണ്ടാമത്തിന് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയും. There are different types of optical fibers. They can be classified according to their refractive index and as step index fiber and graded index fiber. ഈ ഫൈബറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ രീതി അനുസരിച്ചിട്ട് രണ്ടായി തരംതിരിക്കും. ഒന്നാമത്തേതിനെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയും, രണ്ടാമത്തേതിനെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയും. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് നോക്കുക. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷനാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈബറാണ്, അകത്ത് കാണുന്ന കോർ, പുറമെ ചുറ്റിനുള്ളതാണ് ക്ലാഡിങ്, മുകളിൽ താഴെയായിട്ട് കാണിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ ഒരു ഗ്രാഫ് പോലെ കാണിച്ചിട്ടുണ്ട്. അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ മാറുമെന്ന് കാണിക്കുകയാണ്. അപ്പോൾ വലത്തോട്ടാണ് അതിന് ഇൻക്രീസ് കാണിക്കുന്നത്. അപ്പോൾ ആ നടുക്ക് ഭാഗത്ത് N1 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് കൂടുതലാണ്. ഇടത്തോട്ട് കുറവാണ്. അപ്പോൾ മുകളിലോട്ട് താഴോട്ട് മാറിക്കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ്സ് കുറവാണ്. അപ്പോൾ ഈ കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ക്ലാഡിങ്ങിൽ നിന്ന് കോറിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉയരുകയാണ്, ഒരു സ്റ്റെപ്പ് ഉണ്ടായിരിക്കുകയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനൊരു സ്റ്റെപ്പ് ഉയർച്ച, അതുകൊണ്ടാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. ആ ക്ലാഡിങ്ങിന് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കോറിന് വേറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലാഡിങ്ങിൽ നിന്ന് കോറിലേക്ക് പ്രവേശിക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് പെട്ടെന്നൊരു ഇൻക്രീസ് ആണ്, സ്റ്റെപ്പാണ്, ഉയർച്ച. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ പടി. അതുകൊണ്ടാണ് ഇത്തരം ഫൈബറിനെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇൻ ദിസ് ഫൈബർ ദ ഹോൾ കോർ മെറ്റീരിയൽ ഹാസ് ദ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ദ ക്ലാഡിംഗ് ഹാസ് എ ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കോറിന് ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ക്ലാഡിങ്ങിന് കുറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ദർ ഇസ് എ ക്ലിയർ സ്റ്റെപ്പ്, ഒരു പടിയുണ്ട്, ക്ലിയർ സ്റ്റെപ്പ് in the refractive indices of core and cladding. Due to this signal, the signal received at the output end will not be clear. This effect is called pulse dispersion. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വരുന്നതുകൊണ്ട് ഇത്തരം ഫൈബറിന് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ആ ഇമേജ് ഒന്ന് മങ്ങിയിരിക്കും. ആ ഇമേജ് മങ്ങുന്നതിനെ വിളിക്കുന്നവരെ പൾസ് ഡിസ്പേഴ്സൺ. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കോറിന് ഒരു ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ക്ലാഡിങ്ങിന് താഴ്ന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് മൂലം ഇത് ലൈറ്റ് കടത്തി വിടുമ്പോൾ ആ ഇമേജ് നമ്മൾ വീണ്ടെടുക്കുമ്പോൾ ഒരു ചെറിയ ഒരു കുഴപ്പം ഇമേജിന് വരാം. അതിനെ പൾസ് ഡിസ്പേഴ്സൺ എന്ന് വിളിക്കും. അത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ ഒരു ഡിഫക്റ്റാണ്. അത് പരിഹരിക്കുന്ന ഫൈബറാണ് ഈ രണ്ടാമത് പറയുന്ന ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ആ ഗ്രേഡഡ് ഇൻഡെക്സ് എന്നുള്ളത് നമ്മൾ ചുരുക്കി ഗ്രിൻ എന്ന് പറയും. ഗ്രേഡഡ് ഇൻഡെക്സ്, ഗ്രിൻ ഫൈബർ എന്ന് വിളിക്കും. ഇപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രിൻ ഫൈബർ. ഇവിടെ ഫൈബർ നമ്മൾ കോറും ക്ലാഡിങ്ങും സെപ്പറേറ്റ് ചെയ്യാതെ കാണിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ പ്രൊഫൈൽ നോക്കി, ആ കോറിൻ്റെ അവിടെ കൂടുതലാണ്, ക്ലാഡിങ്ങിൽ കുറവാണ്. പക്ഷേ ഇത് ഗ്രാജുവലായിട്ടാണ് മാറുന്നത്. കോർ ക്ലാഡിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് പെട്ടെന്നൊരു സ്റ്റെപ്പ് മാറ്റമില്ല, ഗ്രാജുവൽ ഡിക്രീസാണ്. അപ്പോൾ ഗ്രാജുവൽ ഡിക്രീസ് വരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് വരുന്ന ഒരു ഫൈബറിനെ നമ്മൾ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയും. ഇത്തരം ഫൈബറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫക്റ്റായ ഈ പൾസ് ഡിസ്പേഴ്സൺ ഉണ്ടായിരിക്കില്ല. ഇൻ ദിസ് ഫൈബർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഹൈ അറ്റ് ദി സെൻറ്റർ ആൻഡ് ഫാൾസ് ഓഫ്, ക്രമേണ താഴുന്നു, ഫാൾസ് ഓഫ് വിത്ത് ദി റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. By constructing the fiber in this way, the ray traces a parabolic path and hence pulse dispersion is avoided. അപ്പോൾ ഈ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ നമ്മൾ ഈ രീതിയിൽ നിർമ്മിക്കുമ്പോൾ ഈ ലൈറ്റ് റേ അതിനകത്ത് ഒരു പരാബോളിക് പാത്തിൽ സഞ്ചരിക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫക്റ്റായ പൾസ് ഡിസ്പേഴ്സൺ ഇല്ലാതിരിക്കുകയും ചെയ്യും. ഇത് നമ്മൾ തിയറി പറയുകയാണ്. പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അപ്പോൾ അതിനകത്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേമുകളാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് അക്സെപ്റ്റൻസ് ആംഗിൾ. ഡെറിവേഷൻ ഓഫ് NA is equal to root of N1 square minus N2 square. N1 റിഫ്രാക്റ്റീവ്നെസ് ഓഫ് കോർ, N2 റിഫ്രാക്റ്റീവ്നെസ് ഓഫ് ക്ലാഡിങ്. അപ്പോൾ അതിൻ്റെ ആ റൂട്ട് അതുപോലെ കാരണം റൂട്ട് ഓഫ് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ, റൂട്ട് ഓഫ് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ, അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ.
അപ്പോൾ ഒരു സ്റ്റെപ്പിൻഡസ് ഫൈബറിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ടേമുകളാണ് ന്യൂമറിക്കൽ അപ്പർച്ചറും അതുപോലെ അക്സെപ്റ്റൻസ് ആംഗിളും. ഓരോന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പടം നോക്കി, ഈ സ്റ്റെപ്പിൻഡക്സിന് ഫൈബറിനകത്ത് ലൈറ്റിൻ്റെ പാത്ത് കാണിക്കുകയാണ്. ഇപ്പോൾ പുറത്ത് എയറാണ് കേട്ടോ, അകത്ത് നടുക്കാണുന്ന കോറ്, പുറമേ കാണുന്ന ക്ലാഡിങ്. അപ്പോൾ എയറിൽ നിന്ന് കോർ ലൈറ്റ് വീഴും, അത് പതിക്കുന്ന ആംഗിൾ ആൽഫയാണ്. അവിടെ റിഫ്രാക്റ്റിംഗ് ആംഗിൾ നമുക്ക് പയ്യാണ് ആൽഫ. ആറിനെ നമുക്ക് തീറ്റ എന്ന് മാർക്ക് ചെയ്യാവുന്ന, പക്ഷേ ഇവിടെ 90 - തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്, കാരണം മുകളിൽ തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ തീറ്റ മാർക്ക് ചെയ്താൽ താഴെ ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ താഴത്തെ ആംഗിൾ 90 - തീറ്റ എന്ന് വരും. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ആ മുകളിൽ ആ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ സ്ഥാനത്ത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളാണ്, എങ്കിൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവുകയുള്ളൂ. കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ റേ ചെന്ന് പതിക്കുമ്പോൾ ആംഗിൾ തീറ്റ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ റേ കോറിലേക്ക് മടങ്ങുകയുള്ളൂ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അവിടുത്തെ ആംഗിളാണ് തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീറ്റയുടെ ചെറിയ വാല്യൂ തീറ്റ സി ആണ്, ക്രിട്ടിക്കൽ ആംഗിളാണ്. അതിലും കുറഞ്ഞ റേ അകത്തേക്ക് വരത്തില്ല, പുറത്തോട്ട് പോകും. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എയറിൽ ആൽഫ എന്നും റിഫ്രാക്ഷൻ ആംഗിൾ 90 - തീറ്റ എന്നും പിന്നെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയ ആംഗിളായിട്ട് നമ്മൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ആ പടം അതുപോലെ നോക്കുക. കോറിൻ്റെ റിഫ്രാക്റ്റീവ്നെസ് N1 ആണ്, ക്ലാഡിങ്ങിന് N2 ആണ്. കൺസിഡർ എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് അറ്റ് ദി കോർ ഓഫ് എ സ്റ്റെപ്പിൻഡസ് ഫൈബർ ആ ഷോണിൻ്റെ ഫിഗർ. പടത്തിൽ പോലെ എയറിൽ നിന്ന് കോറിലേക്ക് ലൈറ്റ് വീഴുന്നതായിട്ട് കാണുക. ആഫ്റ്റർ റിഫ്രാക്ഷൻ the ray is incident at the core cladding interface at an angle theta. നമ്മൾ തീറ്റ പറഞ്ഞു. ഇറ്റ് അണ്ടർഗോസ് ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ. അപ്പോൾ ഈ സ്റ്റെപ്പിൻഡസ് ഫൈബർ വർക്ക് ചെയ്യണമെങ്കിൽ ആ തീറ്റ ആംഗിൾ പതിക്കുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ സംഭവിക്കണം. ഈ ആൽഫ ഇസ് ആൽഫ മാക്സ്, ആൽഫ കൂടി ആൽഫ മാക്സ് ആകുകയാണെങ്കിൽ 90 - തീറ്റയും കൂടും. അപ്പോൾ തീറ്റ സി എന്നുള്ളത് തീറ്റ എന്നുള്ളത് തീറ്റ സി ആയിട്ട് കുറയും. കാരണം ആംഗിൾ തീറ്റയുടെ ഏറ്റവും കുറവ് വാല്യൂ തീറ്റ സി, ജസ്റ്റ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ജസ്റ്റ് ടോട്ടൽ ഇന്റേണൽ, അതിൽ കൂടിയാലേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ പറയുന്ന പോയിന്റ് ശരിക്കും കേൾക്കണം. ആൽഫ കൂടി ആൽഫ മാക്സ് ആകുകയാണെങ്കിൽ, പടത്തിൽ ഒന്നുകൂടി പോയി നോക്കാം. ആൽഫ കൂടിയാണെങ്കിൽ 90 - തീറ്റ കൂടുമല്ലോ, റിഫ്രാക്റ്റിംഗ് ആംഗിൾ കൂടുമല്ലോ. അപ്പോൾ ആൽഫ കൂടി ആൽഫ മാക്സ് ആണെങ്കിൽ 90 - തീറ്റയും കൂടും. അപ്പോൾ 90 - തീറ്റ കൂടുകയാണെങ്കിൽ തീറ്റ കുറയണം. കാരണം ഒരു ത്രികോണത്തിലെ ഒരു ട്രയാങ്കിൾ 3 ആംഗിൾ തുകയായിട്ട് വരുന്ന ഒന്നാണ് തീറ്റ. ആൽഫ കൂടി ആൽഫ മാക്സ് ആകുമ്പോൾ 90 - തീറ്റ കുറയും, ആ 90 - തീറ്റ കൂടും. അപ്പോൾ തീറ്റ കുറയും. തീറ്റ കുറഞ്ഞ് വരാവുന്ന ഏറ്റവും ചെറിയ ആംഗിൾ തീറ്റ സി ആണ്, ക്രിട്ടിക്കൽ ആംഗിളാണ്. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ചെറിയ ആംഗിൾ അവിടെ പോസിബിൾ അല്ല. ഫൈബർ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം തീറ്റ എന്നുള്ളത് ക്രിട്ടിക്കൽ ആംഗിൾ എങ്കിലും വേണം. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ആൽഫ ഇസ് ആൽഫ മാക്സ് then theta is theta c, the critical angle at core cladding interface. core cladding interface നമുക്ക് എഴുതാം. core cladding interface അല്ല, core അല്ലോ, at കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലല്ല, എയറിൻ്റെയും കോറിൻ്റെ ആ ഇൻ്റർഫേസിലാണ്. കോർ ക്ലാഡിംഗ് എന്ന് മാറ്റം കേട്ടോ, എയറിൻ്റെയും കോറിൻ്റെ ഇൻ്റർഫേസിൽ, എയറിൻ്റെയും കോറിൻ്റെയും ആദ്യ ലൈറ്റ് വരുന്ന സ്ഥലത്ത് എയർ കോർ നോക്കണേ. ആ എയർ കോറായിരുന്നു എഴുതിയിരുന്നത്. AR - കോർ ഇൻ്റർഫേസ്, എയർ കോർ ഇൻ്റർഫേസ് N1, അതായത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സൈൻ ആൽഫ മാക്സ് ബൈ സൈൻ 90 - തീറ്റ സി. ആൽഫ മാക്സ് ആകുന്ന കാര്യം അന്നേരം 90 - തീറ്റ എന്ന് 90 - തീറ്റ സി ആകും. ഈ 90 - തീറ്റ സി എന്താണ്? അത് കോസ് തീറ്റ സി ആണ്. സോ N1 is സൈൻ ആൽഫ മാക്സ് ബൈ കോസ് തീറ്റ സി. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുന്ന ഫോർമുല അറിയാമല്ലോ, സൈൻ ഐ ബൈ സൈൻ ആർ. ഈ കാണുന്ന ഫോർമുല അതിന് സെൽസ് ലോ എന്ന് പറയും. ഈ സൈൻ ആൽഫ മാക്സ്, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ആൽഫ മാക്സ് നമുക്ക് N1 കോസ് തീറ്റ സി എന്ന് കിട്ടും. കോസിനെ 1 - sin² എന്നല്ല റൂട്ട്.
Therefore, sin alpha max is n1 into root of 1 minus sin square theta c. അത് കോസ് തീറ്റ സി എഴുതുന്ന രീതിയാണ്. ആ n1 കൊണ്ട് അകത്തേക്ക് ഗുണിക്കുക റൂട്ടിനുള്ളിൽ. അപ്പോൾ റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n1 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സി. കാരണം പുറത്തുള്ള n1 അകത്ത് വരുമ്പോൾ സ്ക്വയർ ആകുമല്ലോ റൂട്ടിന് അകത്ത് വരുമ്പോൾ. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഒന്ന് എഴുതും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n1 സ്ക്വയർ. എന്താണ് സൈൻ സ്ക്വയർ തീറ്റ സി? സൈൻ സ്ക്വയർ തീറ്റ സി എന്ന് പറഞ്ഞാൽ n/n1 ആണ്. കാരണം നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഇക്വേഷൻസ് സൈൻ സി ഈസ് 1/n ആണല്ലോ. ഇവിടെ 2 മീഡിയാണ്. അപ്പോൾ n/n1 സൈൻ തീറ്റ സി n/n1 ആണ്. അതുകൊണ്ട് സൈൻ സ്ക്വയർ തീറ്റ സി ഈസ് n2 സ്ക്വയർ മൈനസ് n1 സ്ക്വയർ. നിങ്ങൾ ഓർക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ സി. ഇവിടെ സൈൻ തീറ്റ സി അത് 1/n ആണ്, എയറും മീഡിയം ആണെങ്കിൽ. ഇത് n2n1 മീഡിയാണ്, ക്ലാഡിങ്ങും കോറുമാണ്. അപ്പോൾ സൈൻ തീറ്റ സി ഈസ് n2/n1. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ സി കൊടുക്കുമ്പോൾ n2 സ്ക്വയർ n1 സ്ക്വയർ. n1 സ്ക്വയർ വെട്ടിപ്പോയിട്ട് സൈൻ ആൽഫ മാക്സ് ഈസ് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യും. ഇക്വേഷൻ നമ്പർ 1, സൈൻ ആൽഫ മാക്സ് ഈസ് കോൾഡ് ന്യൂമറിക്കൽ അപ്പർച്ചർ n. അപ്പോൾ സൈൻ ആൽഫ മാക്സിനെ വിളിക്കുന്ന പേര് ന്യൂമറിക്കൽ അപ്പർച്ചർ. ദാറ്റ് ഈസ് n ഈസ് സൈൻ ആൽഫ മാക്സ് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. അപ്പോൾ ഈ സൈൻ്റെ ഒരു ആംഗിളിന് ഏറ്റവും കൂടിയ വാല്യൂ 1 ആണ്. ബാക്കി എല്ലാ ആംഗിളിനും സൈൻ ഈ തീറ്റ ലെസ്-ദാൻ 1 ആണല്ലോ. അപ്പോൾ സൈൻ ആൽഫ മാക്സ് എപ്പോഴും ലെസ്-ദാൻ 1 ആയിരിക്കും. അപ്പോൾ n ഈസ് ലെസ്-ദാൻ 1 ആയിരിക്കണം. n-യുടെ പരമാവധി വാല്യൂ 1 ആണ്. മറ്റ് ആംഗിളിനെല്ലാം n 1-ൽ കുറവായിരിക്കും, n ലെസ്-ദാൻ 1. അപ്പോൾ ഇതാണ് ഫൈബർ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ, ഒരു സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് n ലെസ്-ദാൻ 1. This is the working principle of optical fiber, or it is the condition for a fiber to work. അപ്പോൾ ഇത് ഒരു എസ് പാർട്ടായിട്ട് ചോദിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ അക്സെപ്റ്റൻസ് ആംഗിൾ കൂടി നമ്മൾ പറയുന്നുണ്ട്. അക്സെപ്റ്റൻസ് ആംഗിൾ ഇപ്പോൾ സൈൻ ആൽഫ മാക്സ് n ആണല്ലോ, ഈക്വൽ ടു n. ദെൻ ആൽഫ മാക്സ് ഈസ് ആൽഫ എന്ന് വിളിക്കാം, ഈസ് കോൾഡ് ഹാഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. അപ്പോൾ ആൽഫ മാക്സിനെ നമ്മൾ ആൽഫ എന്ന് വിളിച്ചാൽ അതിനെ ഹാഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. ടു ആൽഫ മാക്സ് ഈസ് കോൾഡ് ഫുൾ അക്സെപ്റ്റൻസ് ആംഗിൾ. അപ്പോൾ ഇത്രയും ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. എസ് എയിലേക്ക് ഷോർട്ട് ആൻസർ ഷുവറാണ്. എപ്പോഴും സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ചോദിക്കുന്നുണ്ട്, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഒബ്റ്റൈൻഡ് കണ്ടീഷൻ ഫോർ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ടു വർക്ക്. ഇപ്പോൾ ഇതാ കണ്ടീഷൻ, n ലെസ് ദാൻ 1. ഡിഫൈൻ ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് അക്സെപ്റ്റൻസ് ആംഗിൾ. അക്സെപ്റ്റൻസ് ആംഗിൾ പറയുമ്പോൾ ഹാഫ് അക്സെപ്റ്റൻസും പറയണം, ഫുൾ അക്സെപ്റ്റൻസ് പറയണം. ഒരു പ്രോബ്ലത്തിൽ അക്സെപ്റ്റൻസ് ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ രണ്ടും കണ്ടുപിടിക്കണം. ഈ ഹാഫ് അക്സെപ്റ്റൻസിന് ഇരട്ടിയാണ് ഫുൾ അക്സെപ്റ്റൻസ് ആംഗിൾ. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു ഡെഫിനിഷനാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ്. ഡെൽറ്റ എന്ന് പറയും. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് അത് ഇത്രയേ ഉള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് n1 കൊണ്ട് ഹരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ താഴെ കാണാൻ ഇക്വേഷൻ വി ക്യാൻ ബി പ്രൂവ്ഡ് ടു ബി ഈക്വൽ ടു ഡെൽറ്റ ഈസ് n1 മൈനസ് n2/n1. അതിൻ്റെ മറ്റൊരു ഡെഫിനിഷനാണ് മുകളിൽ. ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ഈസ് ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ ഡെൽറ്റ ഈസ് n സ്ക്വയർ ബൈ 2n1 സ്ക്വയർ. n സ്ക്വയർ ബൈ 2n1 സ്ക്വയർ ആണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ടു ബി ഈക്വൽ ടു ഡെൽറ്റ ഈസ് n1 മൈനസ് n2/n1. ആ ഡെഫിനിഷൻ്റെ മീനിങ് വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഡെൽറ്റ ഈസ് n1 മൈനസ് n2/n1. ഡിഫറൻസ് കണ്ടിട്ട് റിലേറ്റീവ് വാല്യൂ കാണുക. അതാ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ്. അതിൻ്റെ മറ്റൊരു വാല്യൂ ആണ് ഡെൽറ്റ ഈസ് n സ്ക്വയർ ബൈ 2n1 സ്ക്വയർ. അപ്പോൾ ഇത് പ്രോബ്ലം പാർട്ടിൽ ചോദിക്കുന്നതാണ് ഈ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ്. That is solved with your 49th lecture. That is all with your 49th lecture. We continue fiber optics in the next class. Thank you very much.